ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ. ഒരു സാധാ ഫ്രണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിൽ കാണും ഇതുപോലൊരു ഫ്രണ്ടൊക്കെ. സോ എൻ്റെ ലൈഫിലും കുറച്ച് പേരുണ്ട് ഇങ്ങനെ ഫ്രണ്ടായിട്ട്. കാരണം ആളെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഇവള് ഞങ്ങളും ലൈക്ക് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ദേവു. ഐ വിൽ ഷോ യു ദ ഫേസ്. ഹായ്, ഇതാണ് ദേവു. പറഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങള് കുട്ടിക്കാലത്ത് ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന ഒരാളാണ്. ഞങ്ങളിപ്പം ഞങ്ങളുടെ മെമ്മറീസിൽ പറയുവാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് എന്താ ദേവു പറ, പുല്ലേച്ചവിട്ട്. ഞങ്ങളൊരു 4 പേരായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. ഞങ്ങൾക്കൊരു 2.5 കിലോമീറ്റർ ഉണ്ട് പോയി വരാനൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ പഠിക്കേണ്ട സമയത്ത്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ മിക്കപ്പോഴും കാണാറില്ല, കാരണം ഓരോ ടൈമിലാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ 4 പേരും, ഞാൻ, ദേവു, അഞ്ജു, ന്യൂനി, അനിത, ഞങ്ങൾ 4 പേരുമാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വരെ ഞങ്ങൾ കൂടെ ഉണ്ട്. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറൊരു ഏരിയയിലോട്ട് പോകണം. ഇവർ 3 പേരും ഒരേ സൈഡാണ്. അപ്പോൾ ഉള്ള സമയം വരെ ഞങ്ങൾ 3 പേരും കൂടെ സ്കൂൾ കഴിഞ്ഞ് നേരെ പോരുന്ന സമയത്ത് പുല്ലിലൊക്കെ ചവിട്ടിട്ട് പുല്ലേ ചവിട്ട് കളിക്കും. അതെ, പുല്ല് ചവിട്ടാത്തവരെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കുത്തുങ്കൽ കടയുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളവിടെ പട്ടാണിക്കടലേക്ക് മേടിക്കും. പിന്നെ ആമിനത്തയുടെ കടയുണ്ട്. ആമിനത്ത ഇപ്പൊ ഒന്നും ഇല്ല കേട്ടോ. ആമിനത്തയുടെ കടയില് മാങ്ങ ഉപ്പിലിട്ടത് കൊറേ മെമ്മറീസ് ഉണ്ട് അവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനായിട്ട് ഒരുപാടുണ്ട്. എപ്പോഴും പറയും ഓരോ കാര്യങ്ങൾ. ഇവള് വിളിക്കുമ്പോഴാണേലും എല്ലാവരും ഓരോ സ്ഥലത്തോടെയാണ്, ആരെയും കിട്ടാനേ ഇല്ല. ഇതിപ്പോൾ ഒരു വെഡിങ്ങിന്റെ ഫംഗ്ഷനായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടാറ് പോലും ഇല്ല. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവളുടെ കല്യാണത്തിനാണെന്ന് മീറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും, എല്ലാവർക്കും കാണും. ഇതുപോലെ മെമ്മറീസ് ഒക്കെ പറയാനും അതോർത്ത് സങ്കടപ്പെടാനൊക്കെ ഓരോരുത്തരും ആടും. അതിൽ പറ്റിയ ഒരാളാണ് ഇവളും. ഞങ്ങൾക്ക് വേറെ ഞങ്ങളുടെ സ്കൂളിലുണ്ട് കേട്ടോ കുറേ പേര്. അത് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലേ അവരെ ഓർക്കും. അവരെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, പ്രത്യേകിച്ച് അപ്പു, ആര്യ, കുറേ പേരുണ്ട്. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാണണം. അപ്പൊ നിങ്ങൾക്കായിട്ടൂടെയാണ് ഞങ്ങൾ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒന്ന് കൂടണം. അതെ, ഞങ്ങൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇതുപോലെ കഥകളൊക്കെ പറയാനും. അല്ലേ ദേവു? അതെ. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.